നമ്മൾ വിതയ്ക്കുന്നതേ കൊയ്യൂ എന്ന് പറയാറുണ്ട്. നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് നമുക്ക് കിട്ടും. ഈ ഇന്നത്തെ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുള്ള ഒരു ഒരു ദിവസമാകട്ടെ. സോ ഞാൻ മസ്താനിയെക്കുറിച്ച് 2 വാക്ക് പറയാനായിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ബിഗ് ബോസിനകത്ത് വൈൽഡ് കാർഡായിട്ട് വന്നതിൽ ഞാൻ എൻ്റെ അന്നത്തെ വീഡിയോകളിൽ കൃത്യമായും സൂചിപ്പിച്ച കാര്യമാണ്. എനിക്ക് വളരെയധികം നല്ലൊരു കണ്ടസ്റ്റൻ്റായിട്ട് തോന്നിയ ഒരാളായിരുന്നു മസ്താനി. പിന്നെ എപ്പോഴോ മസ്താനിയുടെ ഗെയിം ഒന്ന് പാളിപ്പോയി, പ്രത്യേകിച്ച് ആ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം. അത് കഴിഞ്ഞ് നമ്മുടെ അപ്പാനിയുമായിട്ടുണ്ടായ ഇഷ്യൂ, അപ്പാനി എന്തോ ഒരു തെറിവാക്ക് മസ്താനിയെ വിളിച്ചതാണ് മസ്താനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നതും അപ്പാനി പുറത്തു പോകണമെന്ന് ആ ഒരു വാശിയിലേക്ക് മസ്താനി പോകുന്നതും അപ്പാനി പോയപ്പോൾ ആഘോഷിച്ചതുമൊക്കെ ആ തെറിവിളിയുടെ പശ്ചാത്തലത്തിലാണ്. പക്ഷേ എങ്കിലും ഒരാൾ നിരാശനായി പോകുമ്പോൾ ഉണ്ടായ ആ ഒരു പ്രകടനത്തെ വലിയൊരു വിഭാഗം ഓഡിയൻസ്, ഞാനും വന്ന് അതിൽ മസ്താനി വിമർശിച്ച കൂട്ടത്തിലാണ്. അത്രയും ആഘോഷത്തിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ ഒരാളാണ്. പക്ഷെ മസ്താനിക്കും മസ്താനിയുടേതായിട്ടുള്ള ഒരു റീസൺ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സമാനതകളില്ലാത്ത സൈബർ അറ്റാക്ക് മസ്താനിക്ക് നേരിടേണ്ടി വന്നതും കണ്ടു. അത്രയും ഒന്നും അവർ ഡിസർവ് ചെയ്തിരുന്നില്ല എന്ന് പലപ്പോഴും തോന്നിയതാണ്. പ്രകൃതിക്കും അങ്ങനെ തോന്നിയിരിക്കാം. തിരിച്ച് റീ എൻട്രി കഴിഞ്ഞ് പുറത്തിറങ്ങിയ മസ്താനി ഞെട്ടിപ്പോകുന്നു എന്ന് മസ്താനി തന്നെ എന്ന് പറയുന്നുണ്ട്. ആ ഒരു സ്നേഹം അവർക്ക് തിരിച്ചു കിട്ടി. ഇവിടെ മസ്താനി മറ്റുള്ള കണ്ടസ്റ്റൻസിനൊരു മാതൃകയാണ്. നിങ്ങൾ ബിഗ് ബോസിലേക്ക് റീ എൻട്രി ബിഗ് ബോസ് എന്തിനാണ് തരുന്നതെന്ന് അറിയാമോ? പഴയ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് സമാധാനത്തോടെ, അവിടെ നിങ്ങൾ ഉണ്ടാക്കിയതെല്ലാം അവിടെ തന്നെ കളഞ്ഞ് സന്തോഷത്തോടെ അവസാനിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ സീസണിൽ റീ എൻട്രി പോയ പലരും ചെയ്തത് പഴയ പ്രശ്നങ്ങളും കൂടി കൊണ്ടുപോയി, അതിൻ്റെ ആ ഒരു ഭാണ്ഡക്കെട്ടും കൊണ്ടുപോയി അത് അതിനകത്തിട്ട് എറിഞ്ഞുടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ നെഗറ്റീവായി. മറിച്ച് മസ്താനിയെ പോലെ, മസ്താനി, ലക്ഷ്മി, അങ്ങനെ കുറച്ചു പേര് അതിനകത്ത് പോയി എല്ലാവർക്കും വേണ്ടത് മെന്റൽ സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കി അത് കൊടുത്തു. അവർ തിരിച്ചു വന്നു. അപ്പോൾ എന്തുണ്ടായി? അവർ പോസിറ്റീവായി. നമ്മൾ ഒരു പ്രേക്ഷകരും ബിഗ് ബോസിനകത്ത് നിങ്ങൾ ചെയ്യുന്നതിനെ ഒന്നും ഭയങ്കര സീരിയസ് ആയിട്ടൊന്നും അങ്ങനെ മനസ്സിൽ എന്നും കൊണ്ടു നടക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കളഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാം. ഈ ഗെയിമിൽ വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് നേരെ നിങ്ങൾ പറയുന്ന സോ കോൾഡ് സൈബർ അറ്റാക്കും ഒക്കെ ഉണ്ടാവുന്നതിന് കാരണം പലപ്പോഴും നിങ്ങളുടെ പ്രവൃത്തിയാണെന്നതിൻ്റെ ഉത്തമോദാഹരണമാണ് നമ്മുടെ മസ്താനി. ആദ്യം പോയപ്പോൾ മസ്താനിയുടെ ഒരു പ്രവൃത്തി അവർക്ക് വലിയ വിമർശനങ്ങൾ വരുത്തി വെച്ചെങ്കിൽ റീ എൻട്രി നടത്തിയപ്പോൾ അവരുടെ പെരുമാറ്റവും പ്രവൃത്തികളും പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു ഇടം നേടിക്കൊടുത്തു. നെഗറ്റീവായി കയറിയ മസ്താനി പോസിറ്റീവായിട്ട് ഇറങ്ങി. അത് തന്നെയാണ് ഈ സീസണിലെ ഏറ്റവും നല്ല സംഭവങ്ങളിൽ ഒന്നായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.